ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിടിലൻ സ്വാദുള്ള ഒരു മത്തി മുളകീശൻ കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപാര രുചിയുള്ള ഈ കറി നമുക്ക് നല്ല ചൂട് കപ്പ വേവിച്ചതിൻ്റെ കൂടെയും കപ്പ പുഴുങ്ങിയതിൻ്റെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചോറിനും സൂപ്പറാണ് ഈ കറി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറക്കാതെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ഒന്ന് കൊടുക്കണം. അപ്പോൾ ഈ കിടിലൻ കറി നമുക്ക് എങ്ങനെ വെക്കാമെന്ന് നോക്കാം. മൺചട്ടിയിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. മൺചട്ടി എടുത്ത് വയ്ക്കാം. ഇനി വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 6-7 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, 1 പിടി കറിവേപ്പില, എരിവുള്ള 2-3 പച്ചമുളക്. ഇത്രയും നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. മൺചട്ടിയിൽ ആദ്യം അല്പം ഒന്ന് എണ്ണമയം തൂത്തിട്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാള അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, തക്കാളി, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇത്രയും നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പുളിക്കാവശ്യമുള്ള ഒരു 3 അല്ലി ചെറിയ അല്ലി കുടംപുളി, പച്ചമുളക് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. മത്തി നല്ല വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 1.5-2 ടീസ്പൂൺ വരെ ചേർക്കാം. മുളക് പൊടി നമുക്ക് ചേർക്കാം, പക്ഷേ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഞെരടുന്നത് കൊണ്ട് നമ്മുടെ കൈ പുകയുമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഗ്ലൗസ് ഇട്ടൊക്കെ ചെയ്യണം. ഇതിപ്പം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതായതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ ഞെരടിയെടുക്കുവാണ്. അതുകൊണ്ട് മുളക് പൊടി നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നില്ല. കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. സവാളയും പിന്നെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഞെരടി യോജിക്കണം. കറിവേപ്പിലയും ഇഞ്ചി പച്ചമുളക് ചേർത്തില്ല, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പം നമ്മൾ അതിലേക്ക് കുടംപുളി വെള്ളം ചേർത്തു. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിരിയൻ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിരിയൻ മുളക് പൊടിയും പച്ചമുളകും കൂടെ ചേർത്ത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം. അപ്പം ഉപ്പ് നോക്കിയിട്ട് ഒരാഴികയുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പോട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോഴാണ് നമ്മളിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത്. മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കണം. അപ്പം വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മത്തി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 12 മത്തി ചേർത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ മത്തി പീര തയ്യാറാക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. മത്തി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് വെന്ത് വരണം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെച്ച് അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മൂടി വെച്ചിത് വേവിക്കാം. മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് ചാറൊക്കെ ഇച്ചിരി ഒന്ന് കുറുകി നല്ലൊരു മണമാണ്. ഇനി ഇതിന് നമ്മൾ കടുകൊന്നും താളിച്ചൊന്നും ചേർക്കേണ്ട. നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു 2-3 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കറിയൊന്ന് ചുറ്റിച്ച് നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ കണ്ടില്ലേ, എണ്ണയൊക്കെ നന്നായിട്ട് മേളിൽ തെളിഞ്ഞ് നല്ല സൂപ്പർ മത്തി മുളകീശൻ കറി. ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഒരു കിടിലൻ കറിയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇത് കഴിച്ചിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒന്ന് തരണം. ഞാനിവിടെ നല്ല ചൂട് കപ്പ വേവിച്ചതിൻ്റെ കൂടെയാണ് ഈ കറി കൂട്ടി കഴിക്കുന്നത്. അപ്പം ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.